ഈ CPM സ്ഥാനാർത്ഥി പട്ടിക വളരെ കരുതലോടുകൂടി എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ്. അതിൽ ഒരുപക്ഷെ സിറ്റിംഗ് MLA-മാർ ചിലരൊക്കെ ഉണ്ടാകും, ചിലർക്കൊക്കെ സ്ഥാനചലനവും ഉണ്ട്. പ്രത്യേകിച്ച് വനിതകൾക്കൊക്കെ മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും വനിതകൾക്ക് വലിയ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് CPM മറ്റുള്ള പാർട്ടിക്കാരെ അപേക്ഷിച്ച്. അപ്പോൾ ഇക്കുറി സംഭവിക്കാൻ പോകുന്നത് ചില ജനവിരുദ്ധരായിട്ടുള്ള ചില നേതാക്കന്മാരൊക്കെ ഉണ്ട്, വനിതകളിലുമുണ്ട്. അവരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്കും ക്ഷീണമല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, ജനപ്രിയരായ ചിലർ തെറിച്ചു പോകുന്നു കേൾക്കുന്നു. അതെ, അതായത് KK ശൈലജ ടീച്ചർ, അവരെ ഇത്തവണ ജില്ലാ സെക്രട്ടേറിയറ്റിന് സജസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ അതൊരു വലിയ നീക്കമാണ്. അത് ഇനി രണ്ടാമത് വരുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ആദ്യത്തെ ലിസ്റ്റിലില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന കിംവദന്തി. അതുപോലെ തന്നെ പ്രതിഭ ആലപ്പുഴയിൽ നിന്ന് കായംകുളം ഇത്തവണ ഉണ്ടാവാൻ സാധ്യതയില്ല. അവിടെ ചില വിയോജിപ്പുകളൊക്കെ, അവിടെ ചില വിഭാഗീയ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു. അതുകൊണ്ട് വരാൻ സാധ്യതയില്ല. എന്നാൽ CS സുജാതയ്ക്ക് അവിടെ സീറ്റ് ലഭിച്ചേക്കാം എന്നുള്ളതാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞ കേരളത്തിൻ്റെ പ്രിയപുത്രി ആര്യ രാജേന്ദ്രൻ മിക്കവാറും കോഴിക്കോട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. ആര്യ രാജേന്ദ്രനെ ഇവിടെ നിന്ന് മാറ്റിയതാണ്. അതെ, തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനൊരു ചാൻസ് തേടുന്നുണ്ട് എന്നുകൂടെ കേൾക്കുന്നു. കാനത്തിൽ ജമീലയുടെയൊക്കെ മരണം ഉണ്ടായതിനു ശേഷം അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. അതിനുള്ള സമയമില്ല. അപ്പോൾ അത്തരം ഒരു സീറ്റിലെങ്ങാനും വന്നാലായി. അതുപോലെ തന്നെ കോങ്ങാട് സംവരണ സീറ്റിൽ ശാന്തകുമാരി മത്സരിക്കുമെന്നുള്ള ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകളുടെ വിഷയം പറയുമ്പം മറന്നു പോകാൻ പറ്റാത്തതാണ് നമ്മുടെ മുകേഷ്. കൊല്ലത്ത് മുകേഷിൻ്റെ സീറ്റ് ഏതാണ്ട് മുകേഷിന് സീറ്റ് കൊടുക്കില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി. അപ്പോൾ ഇനി പ്രധാനമായിട്ട് നമുക്ക് ആലോചിക്കേണ്ടത് മന്ത്രി ബിന്ദുവിൻ്റെ സീറ്റാണ്. മന്ത്രി ബിന്ദു മത്സരിക്കുമെന്ന് പറയുന്നത്, പക്ഷേ വിജയരാഘവൻ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നെങ്കിൽ, ഏതെങ്കിലും മണ്ഡലത്തിൽ വിജയരാഘവൻ സ്ഥാനാർത്ഥിയായി വരുന്നെങ്കിൽ ബിന്ദുവിന് ചാൻസ് ഇല്ല എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് മത്സരിക്കേണ്ട എന്നുള്ള നിഗമനത്തിൽ അതിനുള്ള സാധ്യത കുറവാണ്. ഇനി തോമസ് ഐസക്കിന് ഇത്തവണ ചാൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകതയായിട്ട് അറിയുന്നത്. തോമസ് ഐസക്കിനെ തഴയപ്പെടും എന്നൊക്കെ കേട്ടിരുന്നെങ്കിലും ഇപ്പോൾ സീറ്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ തിരുവനന്തപുരത്തും വന്നുകൂടായികയില്ല. തിരുവനന്തപുരം സെൻട്രൽ വന്നുകൂടായികയില്ല. LDF വന്നാൽ പിന്നെ തോമസ് ഐസക്ക് അടുത്ത ധനമന്ത്രി തന്നെയാണ്. അതെ, അതാണ് പറയുന്ന കേൾവി. പക്ഷെ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. മാറ്റി നിർത്താൻ പറ്റത്തില്ലല്ലോ. അല്ല, ശൈലജയെ മാറ്റി നിർത്തി. അതെ, മാറ്റി നിർത്തുന്നതിലൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പോൾ CP ജോൺ തിരുവനന്തപുരത്ത് സെൻട്രലിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇവരൊക്കെ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ SFIയിൽ, എനിക്ക് തോന്നുന്നത് CP ജോണിൻ്റെ ജൂനിയറായിട്ടാണ് SFIയിൽ ഇദ്ദേഹം ഇരുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ ഇരുന്നപ്പം SFIയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ വൈസ് പ്രസിഡൻ്റായിട്ടൊക്കെ ഇരുന്നപ്പോൾ കേരള ഘടകത്തിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ആളാണ് തോമസ് ഐസക്. അദ്ദേഹം പക്ഷേ ഉയർന്ന് ഒരുപാട് സ്ഥാനങ്ങൾ നേടിപ്പോയി. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോയതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, അദ്ദേഹം SFIയുടെ പ്രസിഡന്റ് ആകാൻ നിന്ന സാഹചര്യത്തിലാണ് സീതാറാം യെച്ചൂരി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരികയും അദ്ദേഹത്തിന് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാനായിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തതെന്നൊക്കെയാണ് കേൾവി. അങ്ങനെ CP ജോൺ എന്നും ഉയർച്ചയ്ക്കൊരു പ്രശ്നം വന്നിട്ടുള്ള ആളാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ CP ജോണിനെ ആയിരിക്കും തോമസ് ഐസക്കിനേക്കാൾ മുമ്പ് ഇവിടെ ധനമന്ത്രി ആകേണ്ടിയിരുന്ന ഒരാൾ. അദ്ദേഹത്തിന് പലപ്പോഴും അങ്ങനെയാണ് പലരും പറയുന്നത്. ആ ചാൻസുകളൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഏതാണ്ട് സുരേഷ് കുറുപ്പിന് ഒപ്പം CP ജോണിനും പാർട്ടിയിൽ നിന്നിരുന്നെങ്കിൽ വരാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടി ആയിരിക്കാം ഇപ്പം ആ രണ്ട് പേര് തമ്മിലൊരു മത്സരമാകട്ടെ എന്ന് CPM നിശ്ചയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ, തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക്, സെൻട്രൽ മണ്ഡലത്തിലേക്ക് CP ജോൺ വരികയാണെങ്കിൽ തോമസ് ഐസക്കിനെയും കൂടെ വന്ന് അവിടെ ഒരു മത്സരം കടുപ്പിക്കാമെന്നവർ വിശ്വസിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ പൊതുവിൽ CPM വളരെ ആലോചിച്ചാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥികളൊക്കെ നിർത്തുന്നത്. പിന്നെ നിലവിലുള്ള MLA-മാരെ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്.
പല പ്രശ്നങ്ങൾ പലരും ചൂണ്ടിക്കാണിച്ചെങ്കിലും കടകംപള്ളി സുരേന്ദ്രനെ ഉൾപ്പെടെ ഉൾക്കൊണ്ടുപോകാനാണ് ഇത്തവണ സാധ്യത. പക്ഷെ അത് അവർക്കൊരു തിരിച്ചടി ഉണ്ടാക്കത്തില്ല. ശബരിമല വിഷയം നിൽക്കുന്ന സ്ഥിതിക്ക് അതൊരു തിരിച്ചടിയാണെന്നുള്ളത് രണ്ട് വിധത്തിലാണ് വീക്ഷിക്കുന്നത്. ഒന്ന്, കഴക്കൂട്ടത്ത് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനേക്കാൾ പറ്റിയ ഒരാളില്ല എന്നുള്ളതാണ്. കാരണം അവിടെ BJP സീറ്റ് ഉറപ്പിക്കുമെന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. വി മുരളീധരൻ അവിടെ നിൽക്കുമ്പോൾ മറ്റേത് സ്ഥാനാർത്ഥി നിന്നാലും നിഷ്പ്രഭമായി പോകും. പിന്നെ ഒരു ഫൈറ്റിന് ചാൻസ് ഉള്ളത് ഇദ്ദേഹം നിന്നാലാണ് എന്നുള്ളതാണ് അവരുടെ കണക്കൂട്ടൽ. അതുകൊണ്ട് കടകംപള്ളിയെ നിർത്തണമെന്നാണ്. പക്ഷേ കടകംപള്ളിയെ നിർത്തിയാൽ അത് കോൺഗ്രസ് ഒരു പ്രചരണായുധമാക്കി പിന്നെ മറ്റ് പല മണ്ഡലങ്ങളിലും ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. അതായത് അയ്യപ്പൻ്റെ വിവാദത്തിൽ പെട്ട മുഴുവൻ പേരെയും പാർട്ടി സംരക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ജയിലിലായിട്ടും പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല. പല ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടും ഇപ്പോൾ വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും കടകംപള്ളി കഴക്കൂട്ടത്തുണ്ടെന്നുള്ളത് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. കടകംപള്ളി മാത്രമല്ല, തിരുവനന്തപുരത്തെ ഏതാണ്ട് എല്ലാ സിറ്റിംഗ് MLA-മാരും ഉണ്ട്. അതിന് പുറമെ വി ജോയി. ഇതെന്താ ഒരു പരീക്ഷണത്തിന് മുതിരാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളത്? അതെ, ഇപ്പോൾ ഒരു പരീക്ഷണത്തിന് തയ്യാറാകുന്നില്ല. ഇപ്പോൾ പലയിടത്തും പല വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി ജനങ്ങളുടെ ഇടയിൽ ഇവർക്കൊക്കെ ഒരു പേരുണ്ടെന്നുള്ളതാണ് CPM-ന്റെ കണക്കുകൂട്ടൽ ധാരണ. ഈ മാറ്റി പരീക്ഷിച്ച് കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ്. മാറ്റി പുതിയ ആളെ വെക്കുമ്പോൾ ചിലപ്പം തിരിച്ചടി വന്നെങ്കിലോ, പിന്നെ ഇവരുടെ അതിർത്തിയും കൂടെ വരും. ഇവർക്കൊക്കെ ഇപ്പം മണ്ഡലത്തിൽ ഫുൾ കോണ്ടാക്ട്സ് ഉണ്ടല്ലോ. കഴിഞ്ഞ 5 വർഷമായി ഭരണത്തിൻ്റെ പല കാര്യങ്ങളുമായി നിന്ന് ഉള്ള കോണ്ടാക്ട്സ്, അതൊക്കെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവർ ധരിക്കുന്നത്. പക്ഷെ അത് എല്ലായിടത്തും വർക്കാവണമെന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ പല മണ്ഡലങ്ങളിലും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായി തന്നെ ചിലർ റെപ്രസെൻ്റ് ചെയ്യപ്പെട്ടേക്കാം. ഇപ്പോൾ വീണ ജോർജിനെ വീണ്ടും ആറന്മുളയിൽ നിന്ന് മത്സരിപ്പിക്കാൻ പ്ലാനുണ്ട്. അപ്പം അത് എത്രത്തോളം അനുകൂലമാകുമെന്ന് കണ്ടറിയണം. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പിന്നെ സഭയുടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ സഭയുടെ സമ്മർദ്ദവും അത് ഉണ്ടാവുമെങ്കിലും ഇപ്പം സഭയും കൂട്ടാളികളും എല്ലാം ഇപ്പം അപ്പുറത്താണല്ലോ. ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ആറന്മുളയിൽ പൊതുവെ ഒരു ആൻറ്റി വേവ് ഉണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ വീണ ജോർജിനും അവിടെ അത്ര എളുപ്പമാകുമോ എന്നുള്ളത് പറയാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. ഇത്തവണത്തെ ടൈറ്റ് ഫൈറ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ വാശിയേറിയ മത്സരത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങൾ എല്ലാം തന്നെ, ആലപ്പുഴയായാലും തൃശ്ശൂരായാലും കൊല്ലമായാലും തിരുവനന്തപുരമായാലും വലിയ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയാണ്. BJP ഇവിടെ എല്ലാം ധാരാളം വോട്ട് പിടിച്ചാണ്. 30,000-ന് മേൽ വോട്ട് പിടിച്ച മണ്ഡലങ്ങൾ അരമധിയാണ്. അപ്പോൾ 40,000-ന് മേൽ പിടിച്ച മണ്ഡലങ്ങളും ഇതിനകത്ത് വരുന്നു. അപ്പോൾ അവിടെ എല്ലാം മത്സരം വളരെ ശക്തമായി വരും. ആ മത്സരം വരുമ്പോൾ തങ്ങൾക്ക് കടന്നുകൂടാൻ കഴിയുമെന്നുള്ളതാണ് CPM-ന്റെ ഒരു ധാരണ. പക്ഷെ അത് എത്രത്തോളം വിജയിക്കും? ഭരണവിരുദ്ധ വികാരങ്ങൾ ഒരു സൈഡിലേക്ക് മാറി തങ്ങൾക്ക് സേഫായിട്ടുള്ള ഒരു വോട്ട് ഷെയർ കിട്ടുമെന്നുള്ളതാണ് ഇപ്പോഴും CPM കണക്കുകൂട്ടുന്നത്. അതുപോലെ ഈ ആര്യ രാജേന്ദ്രനെയൊക്കെ ഈ ഇവിടെ നിന്ന് മാറ്റിയാലും ഇത് കേരളം മുഴുവൻ കണ്ടതാണ്. ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരത്ത് കാട്ടിക്കൂട്ടിയതൊക്കെ തീർച്ചയായിട്ടും. അപ്പോൾ അത് മൊത്തത്തിൽ പാർട്ടിക്ക് ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. തീർച്ചയായിട്ടും അതൊക്കെ ബാക്ക്ഫയർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാർട്ടി പക്ഷേ വളരെ ആലോചിച്ചാണ് കാര്യത്തിൽ നീങ്ങുന്നത്. ഇപ്പോഴും തീരുമാനം ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിർദ്ദേശങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിലൊന്നും പൂർണ്ണമായ തീരുമാനമായിട്ടില്ല. ഇനി സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒക്കെ കൂടിയായിരിക്കും ഇതിനെ ഫൈനലൈസ് ചെയ്യുന്നത്. ആ ഫൈനലൈസേഷന് ശേഷമായിരിക്കും ചില മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ശൈലജ ടീച്ചർ തന്നെ ഇല്ലയോ ഉണ്ടോ എന്നുള്ളതൊക്കെ പൂർണ്ണമായിട്ട് പറയണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയുടെ വരെ ഉള്ള ഒരു അസസ്മെൻറ്റ് വന്നതിന് ശേഷമേ അതിലേക്ക് പോകാൻ വഴിയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.